മലയാള സിനിമ മേഖലയിലെ വാക്പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മലയാള സിനിമ നിർമ്മാണവും എല്ലാ കാര്യങ്ങളും സ്തംഭനത്തിലാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വക ഒരു സമ്മേളനം കഴിഞ്ഞു, അവർ നിർത്തുമെന്ന് ഭീഷണി മുഴക്കി കഴിഞ്ഞു. എന്നാൽ ഭീഷണി വേണ്ട, ഞങ്ങൾ ഇതൊന്നും കണ്ട് മുട്ടുമടക്കുന്നവരല്ലെന്ന രീതിയിൽ പല അഭിനേതാക്കളും മുന്നോട്ട് വന്നിട്ടുണ്ട്, പല പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ട്. അഭിനേതാക്കളുടെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കുറച്ചൊന്ന് ഒതുങ്ങണമെന്ന രീതിയിൽ പലരും, ശാന്തിവിള ദിനേശിനെ പോലുള്ള പലരും മുന്നോട്ട് വന്ന അഭിപ്രായം പറയുന്നു. സാർ അതിനെക്കുറിച്ചൊക്കെ കേട്ടിരുന്നു? ശാന്തിവിള ദിനേശ് പറയുന്നത് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻകാർ നമ്മളിപ്പോൾ അതിൻ്റെ ഭാരവാഹിയായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ പുള്ളി പല 12 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി പല അഭിനേതാക്കൾക്ക് വൻപിച്ച പ്രതിഫലം, അവർ ചോദിക്കുന്ന പ്രതിഫലം ആവശ്യം പോലെ കൊടുത്ത് അവരവരുടെ സിനിമയിൽ അഭിനയിപ്പിക്കും. അത് MP പത്രസമ്മേളനം നടത്തി പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്നുള്ള രീതി വരുന്നുണ്ട്. ഇന്നലെ പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇതനുസരിച്ചാണ്, ഞങ്ങളുടെ ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ അനുസരിച്ചാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത്. ഞങ്ങളെ പൈസ തന്ന ആൾക്കാർ ഇങ്ങനെ ക്യൂവിലാണ്. 2 വർഷത്തേക്ക് ഇനി പുള്ളിക്ക് ഡേറ്റ് ഇല്ല. ആ രീതിയിൽ എല്ലാ അഭിനയ നേതാക്കൾക്കും, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു 2 വർഷം 3 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല. എത്ര കോടി കൊടുക്കാനും ഇവിടെ പ്രൊഡ്യൂസർമാരുണ്ട്. പക്ഷേ മലയാള സിനിമ വലിയ പ്രതിസന്ധി തന്നെയാണ്. കഴിഞ്ഞ ഒരു ജനുവരി ഫെബ്രുവരി 2 മാസത്തിനിടയ്ക്ക് രേഖാചിത്രം എന്ന് പറഞ്ഞ ഒറ്റ ചിത്രം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ചിത്രങ്ങളും ഫ്ലോപ്പിലാണ്. അതിൻ്റെ പ്രൊഡ്യൂസറാണ് എന്ന് പറയുന്നത് കേട്ടു. വേണു കുന്നപ്പള്ളി എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസറുടെ ഒരു പ്രസ്താവന ഞാൻ കേട്ടു. നമ്മൾ അഭിനേതാക്കളോട് സംസാരിക്കണം. ഇത് ചോദിക്കുന്ന 1 കോടി 5 കോടി 3 കോടി എന്ന് കൊടുക്കാതെ സംസാരിച്ച് എല്ലാ ചെലവുകളും കുറയ്ക്കാനുള്ള രീതിയിൽ കുറച്ച് കൊണ്ടുവരണം. പക്ഷേ പലരും പല രീതിയിൽ, ഇപ്പോൾ വിനായകൻ്റെ അഭിപ്രായം കേട്ടു. വിനായകൻ സുരേഷ് കുമാറിനോട് പറയുന്ന വീട്ടിൽ പോയി പറ, അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യയുടെ മക്കൾ, പുള്ളിയുടെ മോള് കീർത്തി സുരേഷ് ആണെങ്കിൽ 3 കോടി രൂപ 4 കോടി രൂപ ഒക്കെ മേടിക്കും. അത് വേറെ ഇൻഡസ്ട്രിയിലാണ്. തമിഴിലും തെലുങ്കിലും അതിനുള്ള അവസരങ്ങളുണ്ട്. മലയാളത്തിൽ അത് കുറവാണ്. പക്ഷേ എല്ലാവരോടും ഒത്തൊരുമിക്കണം എന്നാണ് മലയാള സിനിമയുടെ മുമ്പോട്ടുള്ള പോക്കിന്. കാരണം 1-2 പേര് ആർട്ടിസ്റ്റ് മാത്രം കുറച്ചിട്ട് പോയില്ല. ഡെയിലിയുള്ള ടെക്നീഷ്യൻസ് എല്ലാ രംഗത്തും, ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും പല രീതിയിലുള്ള ചിലവുകളുണ്ട്. അവരുടെ നിയമങ്ങൾ, ചേംബറിൻ്റെ നിയമങ്ങൾ, എല്ലാ തരത്തിലും ഓരോ അസോസിയേഷൻ കഴിച്ച് ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഓരോ ഇതിനകത്ത് അസോസിയേഷൻ്റെയും അല്ലെങ്കിൽ ഇതിനകത്ത് ഗ്രൂപ്പ്, ഇതിനകത്ത് കുറച്ച് ലീഡേഴ്സിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ്. അതാണ് ശാന്തിവിള ദിനേശൊക്കെ പറയുന്ന. ശാന്തിവിള ദിനേശിനും ഇപ്പോൾ പടമില്ല, സുരേഷ് കുമാറിനും പടമില്ല. അങ്ങനെ പടമില്ലാത്തവർക്കൊക്കെ എന്തോ അഭിപ്രായം പറയാം. പടമുള്ളവർ അതിൻ്റെ രീതിയിൽ എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് യോജിച്ച് നിന്ന് നല്ല രീതിയിലാണ് മുമ്പോട്ട് നീങ്ങുന്നത്. പക്ഷേ ഇത് വലിയ പ്രതിസന്ധിയിലാണെന്നുള്ളത് വെച്ചാൽ പ്രൊഡ്യൂസർമാർ കുത്തുവാള എടുക്കുന്ന, ബെഞ്ച് നടന്നുകൊണ്ടിരുന്ന പ്രൊഡ്യൂസർ ഇപ്പോൾ ഇതിനകത്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബെഞ്ച് നടന്നുകൊണ്ടിരുന്നവൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ വാടക വീട്ടിൽ താമസിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ശാന്തിവിള ദിനേശ് പറയുന്നത്. അതൊക്കെ കുറേ ശരിയാണ്. നമ്മളിപ്പോൾ ഒരു 100 പ്രൊഡ്യൂസർ വന്നാൽ 95% പ്രൊഡ്യൂസർക്ക് നഷ്ടമേ വരുള്ളൂ. പിന്നെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ മാത്രം പിടിച്ചു നിൽക്കും. പ്രൊഡ്യൂസർ അസോസിയേഷൻ സിനിമയുടെ ആണിക്കല്ലാണോ എന്ന് ചോദിച്ചാൽ ആണിക്കല്ല് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ബാക്കി എല്ലാവരും സഹകരണങ്ങൾ വേണ്ടേ? അഭിനയിക്കുന്ന ആൾക്കാർ, അമ്മയിലാണെങ്കിൽ അമ്മയുടെ ആർട്ടിസ്റ്റുകൾ, കഴിഞ്ഞ ദിവസം ശാരിക പറഞ്ഞ പോലെ അമ്മയിലെ അവരൊന്നും പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റിയൊക്കെ എന്നാ പറയുന്നു? ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഭയങ്കര അഭിപ്രായങ്ങൾ. ഇപ്പൊ ആദ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങൾ സിനിമാ നിർമ്മാണം നിർത്തുകയാണ്, ജൂൺ 1 മുതൽ ഞങ്ങൾ സമരത്തിലാണ്, ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, താരങ്ങൾ സഹകരിക്കുന്നില്ല എന്നൊക്കെ ഒരു ഭയങ്കര 2-3 ദിവസങ്ങളായിട്ട് വാർത്താ സമ്മേളനമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് അഭിനേതാക്കളും അതുപോലെ അണിയറ പ്രവർത്തകരും ഒക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സാറ് പറഞ്ഞൊരു കേസിൽ ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെ, പേരിവിടെ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞൊരു സിനിമ, ഈ പറയുന്ന 4 കോടി രൂപ മുടക്കി എടുക്കേണ്ട സിനിമ, 4 കോടി ബഡ്ജറ്റ് വെച്ചിരുന്ന സിനിമ 20 കോടിയിലായി. ആ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകന് മാത്രമാണെന്നാണ് ആ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം താഴെ പറഞ്ഞിട്ട് ഇനി എനിക്ക് ചിലപ്പോൾ സിനിമ കിട്ടത്തില്ലായിരിക്കാം, ഇനി എന്നെ ആരും പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കത്തില്ലായിരിക്കാം, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ പറയപ്പെടുന്ന ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ലിസ്റ്റിൻ സ്റ്റീഫനെയൊക്കെ പോലുള്ള ആൾക്കാർ, അദ്ദേഹം ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു. അതായത് ഇപ്പോൾ സാറ് പറയുന്ന പോലെ 4 കോടി ബഡ്ജറ്റ് ഇടുന്ന ഒരു സിനിമയിൽ ഒരു അഭിനേതാവ് പറയുകയാണ് എൻ്റെ പ്രതിഫലം 50 ലക്ഷമാണെന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ 50 ലക്ഷത്തിന് സമ്മതിക്കാൻ പറ്റത്തില്ല, 25 ലക്ഷം തരാൻ പറ്റത്തോ എന്ന് പറഞ്ഞ് ഓക്കെ ഓൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. പക്ഷേ ഇവരെ പോലുള്ള ടീമുകൾ, അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള പല പ്രൊഡ്യൂസർമാരും പുറകെ കൂടെ ചെന്നിട്ട് ആ നടനെ ഇങ്ങ് വലിക്കും. താൻ പറഞ്ഞ 50 ലക്ഷം എൻ്റെ സിനിമയ്ക്ക് ഞാൻ തരാം, താൻ വന്ന് അഭിനയിച്ചോളൂ. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പല സാമ്പത്തിക നഷ്ടങ്ങളും സംഭവിക്കുന്നതെന്നാണ് ഇവരെ പോലുള്ള അണിയറ പ്രവർത്തകർ പറയുന്നത്. അതോടൊപ്പം തന്നെ വിനായകനെ പോലുള്ള അഭിനേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. വിനായകനെ പോലുള്ള അഭിനേതാക്കൾ ശരിക്കും സുരേഷ് കുമാറിനെയൊക്കെയാണ് ചീത്ത വിളിച്ചിരിക്കുന്നത്, പറയുന്നത് നീ താങ്കളുടെ ഭാര്യയോടും മകളോടും പോയി പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കരുതെന്ന് താങ്കളുടെ വീട്ടിൽ പോയി പറയുക എന്ന രീതിയിലാണ് വിനായകൻ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. ഇപ്പോൾ ശാന്തിവിള ദിനേശ് ചോദിച്ചിരിക്കുന്ന പോലെ ഒരു അഭിനേതാവിൻ്റെ നമ്മുടെ ഈ പ്രൊഫഷണൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ അനുസരിച്ച് അവരുടെ ഇഷ്ടമാണ്, അവരുടെ മാർക്കറ്റ് വാല്യൂ സ്വയം അറിയാമെന്നൊരു വ്യക്തിക്ക് അയാളുടെ പ്രതിഫലം നിശ്ചയിക്കാം. കാരണം ഇതൊരു ഗവൺമെൻറ് ജോലിയല്ല, ഒരു ബേസിക് പേ കൊടുക്കാനായിട്ട്. അപ്പോൾ അവരുടെ മാർക്കറ്റ്
വാല്യൂ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ വാല്യൂ അനുസരിച്ച് ഒരു അഭിനേതാവിന് നിശ്ചയിക്കാം എനിക്ക് 4 കോടി രൂപ അല്ലെങ്കിൽ എനിക്ക് 40 ലക്ഷം രൂപ തരണമെന്ന്. പക്ഷെ അത് കൊടുക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ മാത്ര പ്രസക്തമായ ഒരു കാര്യമാണ്. കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രൊഡ്യൂസറാണ്. കാരണം പൈസ അടയ്ക്കുന്ന പ്രൊഡ്യൂസറാണ്. ഓക്കെ, എനിക്ക് പറ്റത്തില്ല 40 ലക്ഷം തരാൻ പറ്റത്തില്ല, പകരം 20 ലക്ഷമേ പറ്റത്തുള്ളെങ്കിൽ ഓക്കെ ഞാനില്ല എന്ന് പറഞ്ഞാൽ അയാളെ ഒഴിവാക്കാനുള്ള ധൈര്യം ഒരു പ്രൊഡ്യൂസറല്ല ഒരുപാട് പ്രൊഡ്യൂസർമാർ കാണിച്ചാൽ ഈ പറയുന്നത് പോലെ മലയാള സിനിമ ഇൻഡസ്ട്രി പച്ചപിടിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. സാറിന് എന്ത് തോന്നുന്നു? ഉറപ്പായിട്ടും അതെ. നല്ല സ്ക്രിപ്റ്റും നല്ല കാര്യങ്ങളുണ്ട് എല്ലാ നടന്മാരും റേറ്റ് കുറയ്ക്കാനൊക്കെ തയ്യാറാണെന്നാണ് എനിക്ക് വിശ്വാസം. കാരണം അവർ ആ സ്ക്രിപ്റ്റും പിന്നെ ചിലരുണ്ട് എങ്ങനെ കിട്ടുന്നെങ്കിൽ പോരട്ടെ എന്നൊരു കണക്കൂട്ടിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം, 50 ലക്ഷം 25 ലക്ഷം. പക്ഷെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ടറും ഒക്കെ ആയിട്ട് എന്ന സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ അത് ഏറ്റവും വലിയ നമ്മുടെ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അതിൽ താഴേക്കുള്ള നടന്മാരായാലും ഒക്കെ റേറ്റ് കൊണ്ടൊക്കെ ഒരുമാതിരി എല്ലാ തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ എല്ലാവരും അവരെല്ലാം കലയായിട്ട് ജീവിക്കുന്നവരല്ലേ. അവരെല്ലാം ഇത് സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. ഒരു എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിലും കലാപരമായിട്ട് നല്ല സിനിമകളിൽ നല്ല ഡയറക്ടർമാരുടെ സിനിമകളിൽ നല്ല സ്റ്റോറിയുള്ള സിനിമകൾ കിട്ടിയാൽ ഫ്രീ ആയിട്ട് വരെ വരുന്ന വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി അവസരങ്ങളുണ്ട്. പിന്നെ ശാരിക പറഞ്ഞാൽ പുതിയ സിനിമ പ്രൊഡ്യൂസറായിട്ട് വരുന്നവരെ കുത്തുവാള അടിപ്പിക്കുക, ഇപ്പം 4 കോടിയുടെ 20 കോടിയാക്കുക. അത് പുതിയ കുറേ കളിപ്പീരായിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. പുതിയ ആൾക്കാർ ആരെങ്കിലും വന്നാൽ അവർക്കൊന്നും അറിയത്തില്ല. ഇപ്പം കാശ് കിട്ടും, സാറ്റലൈറ്റ് കിട്ടും, OTT കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് 20 കോടിയോ കണ്ട് മുടക്കിയിട്ട് തിയേറ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 5 ലക്ഷം വേണ്ട, അത് മൊത്തം 20 കോടി. അങ്ങനെ കുത്തുവാള എടുക്കുന്ന ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർ വരരുത്. ഇതിനെപ്പറ്റി പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമേ സിനിമ എടുക്കാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഈ പുതുതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ഇത് പഠിക്കണം. ഒത്തിരി പേര് കളിപ്പിച്ച് ഇത് കളിപ്പീരിൻ്റെ എന്ന് വെച്ചാൽ മേഖലയാണെന്ന് വെച്ചാൽ കളിപ്പീര് ശരിക്കും ഉണ്ട് ഇതിനകത്ത്. സാമ്പത്തികമായിട്ട് ഈ പ്രൊഡ്യൂസർമാരെ കളിപ്പിക്കുന്ന ഒത്തിരി ഡയറക്ടേഴ്സ് നമ്മുടെ ഈ മേഖലയിലുണ്ട്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നല്ല സ്റ്റോറിയൊക്കെ ആയിട്ട് വന്ന റേറ്റുകൾ കുറയ്ക്കാനൊക്കെ എല്ലാ തരത്തിലും എല്ലാവരും ഉണ്ട്. അല്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആണിക്കല്ലാണെങ്കിലും അമ്മേൻ്റെ ആണിക്കല്ലാണ്, അഭിനയിച്ചാലേ സിനിമ നടക്കുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനെ കിട്ടിയാൽ ഇപ്പം മറ്റവരൊക്കെ കൂടുതൽ പൈസ കൊടുത്ത് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള നല്ല നടന്മാരെ അഭിനയിച്ചാലേ നമുക്ക് നല്ല തിയേറ്ററുകൾ കിട്ടുള്ളൂ, നല്ല രീതി സ്റ്റോറി നല്ല രീതി വരുള്ളൂ, നല്ല രീതിയിൽ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊമോഷൻ്റെ കാര്യം നമ്മൾ ഇന്നലെ ചർച്ചയിലൊക്കെ പറയുന്നുണ്ട്. പ്രൊമോഷൻ നല്ല രീതിയിലൊക്കെ നടത്തിയാലേ ജനങ്ങളിലേക്ക് ഇതൊരു മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് വന്നാലേ ആൾക്കാർ സിനിമ തിയേറ്ററിൽ കയറുള്ളൂ, കയറിയാലേ പൈസ കിട്ടുള്ളൂ. പിന്നെ ഈ 100 കോടി ക്ലബ്ബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ എല്ലാവരും ഇത് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നതാണ്. സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് 100 കോടിയായി, തിയേറ്ററെല്ലാം ഹൗസ്ഫുള്ളാണ്, 100 തിയേറ്ററിലായി, വേൾഡ് വൈഡ് റിലീസാണ്. എന്നാലും കുറേ സിനിമകൾ 10% താഴെയാണ്. ഇന്നലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞിട്ടുണ്ട്. പണ്ട് 10% ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിലും താഴെയാണ്. 7% താഴെ വിജയമുള്ളൂ. ബാക്കി 97%, 95% നമുക്ക് സിനിമകൾ നഷ്ടമാണെന്നുള്ളത് 100%ആണ്. നഷ്ടം കുറയ്ക്കാൻ പല രീതിയിൽ എല്ലാവരോടും ഒത്തൊരുമിച്ചല്ല. ഇപ്പോൾ ജൂണിൽ സിനിമ നിർത്തിയെന്ന് ഓർത്തുകൊണ്ട് ഒരു നമ്മളെ സംബന്ധിച്ചുള്ള പൊതുജനത്തിന് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ സിനിമ കിട്ടിയില്ലെങ്കിൽ അവർ പുതിയ എൻ്റർടൈൻമെൻ്റ് അല്ല, അല്ലെങ്കിൽ വേറെ ഭാഷാ സിനിമകൾ അവർ കാണും. അവരെ സംബന്ധിച്ചുള്ള ഒന്നും ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് നിൽക്കുന്ന ഈ പ്രൊഡ്യൂസർ അസോസിയേഷനുള്ളവർ തന്നെ വീട്ടിൽ പണിയില്ലാതിരിക്കും. അവിടെ തന്നെ അമ്മയിലുള്ളവർ, സംഘടനകളെ, വലിയ താരങ്ങൾ, ഈ താരങ്ങളൊക്കെ സിനിമ കൊണ്ടാണ് അവർ വലിയ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വലിയ പൈസയൊക്കെ ചോദിക്കുന്ന രാജാക്കന്മാരെ ഉദ്ഘാടനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഓരോ കഴിഞ്ഞാണെങ്കിൽ ഓരോ ഉദ്ഘാടനങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഉറപ്പായിട്ട് ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് വേണം ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ. എങ്കിലും പ്രൊഡ്യൂസർമാരുടെ കാര്യത്തിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം ഉണ്ടോ? പ്രൊഡ്യൂസർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ സാർ ചോദിക്കുന്ന പോലെ ഈ ശാന്തിവിള ദിനേശിനെ പോലെ ഈ അദ്ദേഹം കുറേ ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കമന്റ് ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന സിനിമ സംവിധായകന്മാരായാലും ഈ പ്രൊഡ്യൂസർമാരായാലും ഈ കാര്യങ്ങൾ സാർ പറഞ്ഞ പോലെ പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് വരാനായിട്ട്. കാരണം അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ചെറിയ കളിപ്പീര്, അദ്ദേഹം അതിനകത്ത് വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നത്, ചെറിയ നിക്കർ വിട്ട് ഒരു ചെറിയ ബനിയനും ഇട്ടുകൊണ്ട് ഒരു സിനിമ പിടിക്കാൻ വരികയാണ്. അപ്പോൾ സിനിമ പിടിക്കാൻ വരുമ്പോൾ ഇതിൽ നമ്മുടെ നാട്ടിലെ ന്യൂ ജനറേഷൻ സംവിധായകനെ ആർക്ക് എടുക്കാനുണ്ട്? 30 ദിവസം കൊണ്ട് ഒരു സിനിമ പൂർത്തീകരിക്കാൻ കെൽപ്പുള്ള ഏത് സംവിധായകനുണ്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം പഴയ സൂപ്പർ ഹിറ്റ് ചിത്രമായ വടക്കൻ വീരഗാഥയൊക്കെ വെറും 30 ദിവസം ഷെഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് ഷെഡ്യൂൾ നീളും തോറും പൈസ ഇറക്കേണ്ടി വരും. കാരണം ഇന്ന് മിക്ക പടങ്ങളും 6 മാസം, മിനിമം ഏറ്റവും കുറഞ്ഞത് 6 മാസമാണ്, അല്ലെങ്കിൽ 1 വർഷം. ആ കണക്ക് വെച്ചിട്ടാണ് മിക്ക സിനിമകളും പൂർത്തീകരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന പോലെ ഒരു ക്യാരവൻ എടുത്ത് കുറേ കുട്ടിനിക്കർ വിട്ട് കുറേ ടെക്നീഷ്യന്മാരും കുറേ സംവിധായകരും കുറേ എഴുത്തുകാരും കയറിയെന്ന് കുറേ സൊറ പറയുക, കുറേ വാജ് പിടിക്കുക, കുറേ ഗോസിപ്പ് പറഞ്ഞ് രാവിലെ വന്നാൽ മിനിമം ഒരു പിറ്റേ ദിവസം ഉച്ചയാകും ഒരു ഷോട്ട് എടുക്കാനായിട്ട്. അങ്ങനെ ഒരു ഷോട്ട് കൊണ്ട് മാത്രം ഒരു ദിവസം തീർക്കുക. അതാകുമ്പോൾ എന്ത് നഷ്ടമാണ് ഒരു ക്രൂവിനുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെയും സാമ്പത്തിക നഷ്ടം പകുതിയായി കുറയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് എന്ത് തോന്നുന്നു സാറിന്? ഉറപ്പായിട്ടും പണ്ടൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചില ഒരു 30 ദിവസം കൊണ്ട് ഒരു സിനിമ തീർക്കണം. ഞാൻ ന്യൂഡൽഹി എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് ഓർക്കുക, 20 ദിവസം കൊണ്ടാണ് ജോഷി ആ പടം തീർച്ചയായും 20 ദിവസം കൊണ്ടാണ് ഹിറ്റ്. അത് എന്തെല്ലാം സംവിധാനങ്ങൾ എയർപോർട്ടിൽ ആടി. ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് അറിയാം, മമ്മൂട്ടിയെ പോലെ ഒരു വലിയ കലാകാരനെ വെച്ച് 20 ദിവസം കൊണ്ട് മമ്മൂട്ടി അത് പല സ്ഥലങ്ങളായിട്ട് ഡൽഹിയിലും പാർലമെന്റിലും പല സ്ഥലങ്ങളും എല്ലാം കാണിച്ചൊരു സിനിമ 20 ദിവസം കൊണ്ട് തീർത്തു. ഇപ്പം ശരിയാ പറഞ്ഞാൽ 20 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ ഒരു ആവറേജ് പടങ്ങളൊക്കെ തീരുന്നുണ്ട്. വലിയ വലിയ ആർട്ടിസ്റ്റിനെ വിദേശത്തൊക്കെ ഉള്ള ഷൂട്ടിങ്ങോ ഗാന ചിത്രീകരണമോ ഒക്കെ ഉണ്ടെങ്കിൽ 30 ദിവസം കൊണ്ടെങ്കിലും ഒരു സിനിമ തീർത്തില്ലെങ്കിൽ മലയാള സിനിമ മുമ്പോട്ട് പോകത്തില്ല. 30-ന് മുകളിൽ ഷൂട്ടിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം തന്നെ ഒരു സാധാരണ ഒരു സിനിമ സെറ്റിൽ തന്നെ ഒരു 3-4 ലക്ഷം രൂപ ചിലവാകും. 20 ദിവസത്തെ ഷൂട്ടിംഗ് ചിലവ് തന്നെ ഒരു 1 കോടി രൂപ 1.5 കോടി രൂപയാകും.
പിന്നെ ആർട്ടിസ്റ്റിന്റെ പ്രതിഫലങ്ങൾ, മറ്റുള്ള എക്സ്പെൻസ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രൊമോഷൻ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഏരിയ ഉള്ളൂ. 3.5 കോടി ജനങ്ങളിൽ 400 തിയേറ്റർ ഉണ്ട്, അല്ലെ 300 തിയേറ്റർ, 250 തിയേറ്റർ. കുറേ ആൾക്കാർ തിയേറ്ററിൽ വരുന്നവരില്ല. ഇപ്പം എല്ലാവരും ടിവിയും യൂട്യൂബും മൊബൈലും ഒക്കെ ഉള്ളതുകൊണ്ട് മൊബൈലിൽ തന്നെ കാണുന്ന, കോപ്പി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. നമുക്ക് മലയാള സിനിമ ഒരു പരാജയത്തിന്റെ വക്കിലേക്ക് പോവുകയാണ്. എല്ലാവരോടും കൂടി ഇതിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ.